പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ഔദ്യോഗിക വസതി ലഭിക്കാത്തതിൽ കടുത്ത അതൃപ്തി. മുഖ്യമന്ത്രി വീടൊഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിട്ടും കന്റോൺമെന്റ് ഹൌസ് പ്രതിപക്ഷ നേതാവിന് ലഭിച്ചിട്ടില്ല. അറ്റകുറ്റപ്പണികൾ വൈകുന്നതാണ് വസതി ലഭിക്കാൻ തടസ്സമാകുന്നത്. അതേസമയം കെട്ടിടത്തിന്റെ ചോർച്ച പരിഹരിക്കുന്നതിനുള്ള പണികൾ പോലും ആരംഭിച്ചിട്ടില്ല എന്നാണ് ആക്ഷേപം. യുഡിഎഫ് സർക്കാർ അധികാരത്തിലേറി 3 മാസം തികഞ്ഞിട്ടും ചില മന്ത്രിമാർ മാത്രമാണ് ഔദ്യോഗിക വസതിയിലേക്ക് താമസം മാറ്റിയത്. ബാക്കിയുള്ളവർ ഔദ്യോഗിക വസതികളിലെ പണികൾ പൂർത്തിയാകാൻ കാത്തിരിക്കുകയാണ്. സമാനമായ സാഹചര്യമാണ് പ്രതിപക്ഷ നേതാവും നേരിടുന്നത്. പ്രതിപക്ഷ നേതാവിനുള്ള ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസ് ലഭിക്കാൻ വൈകുന്നതാണ് പിണറായി വിജയന് അതൃപ്തിക്ക് കാരണമാകുന്നത്. മുഖ്യമന്ത്രിയായതിനു ശേഷവും വി.ഡി. സതീശൻ കന്റോൺമെന്റ് ഹൌസിൽ താമസം തുടർന്നിരുന്നു. 1 മാസം മുമ്പാണ് മുഖ്യമന്ത്രിക്കുള്ള ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് അദ്ദേഹം താമസം മാറിപ്പോയത്. എന്നിട്ട് പോലും പ്രതിപക്ഷ നേതാവിനുള്ള ഔദ്യോഗിക വസതി ലഭിച്ചിട്ടില്ല. കന്റോൺമെന്റ് ഹൌസിന്റെ അറ്റകുറ്റപ്പണികൾ വൈകുന്നതാണ് കൈമാറലിനുള്ള തടസ്സമെന്നാണ് വിവരം. കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ചോർച്ച ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടതുണ്ട്. എന്നാൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇതുവരെ ആരംഭിച്ചിട്ടുമില്ല. നേരത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസ് ഒഴിഞ്ഞ് കുടുംബസമേതം വാടക വീട്ടിലേക്ക് താമസം മാറിയത്. ജനം, തിരുവനന്തപുരം.